നിങ്ങളിൽ എത്ര പേർക്ക് കമ്പനി ലോൺ തന്നിട്ടുണ്ട്? അതുകൊണ്ട് ഇത്രയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കമ്പനിയെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. ഈ സമരമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങളെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കമ്പനിക്കറിയാം. കൈകാര്യം ചെയ്യുന്നു എങ്ങനെ? വേണ്ട. ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഈ പ്രശ്നം വഷളാക്കിയത് സാറാ. ഇപ്പോഴും ചർച്ച ചെയ്യുന്നതിന് പകരം ഞങ്ങളെ ഭീഷണിപ്പെടുത്താനാ സാർ ശ്രമിക്കുന്നത്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. നിന്റെയൊക്കെ പിന്നിൽ ഇത്ര ആൾക്കാരുള്ള എന്റെ ജാടയല്ലേ നീ കാണിക്കണേ? ശരി, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. കൈലാസ് സാറിന് നിന്നോട് മാത്രം സംസാരിക്കണമെന്ന് പറഞ്ഞ് മുകളിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇത്രയും നേരം സമരം ചെയ്തില്ലേ? അദ്ദേഹത്തിന് താഴെ വരെ വന്ന് എന്താ പ്രശ്നം എന്നൊന്ന് ചോദിക്കാൻ തോന്നിയില്ലല്ലോ. ഇപ്പൊ പ്രിയനെ എന്ത് വിശ്വസിച്ചാ ഞങ്ങൾ മുകളിലേക്ക് വിടേണ്ടത്? കൈലാഷ് സാറിനോട് സംസാരിച്ച ഞങ്ങളുടെ പ്രശ്നം തീരാൻ പോകുന്നില്ല. ഞങ്ങൾ PKR സാറിനോട് സംസാരിച്ചോളാം. അതെ അതെ, ഞങ്ങൾ PKR സാറിനോട് സംസാരിച്ചോളാം. അത് മതി, PKR സാറിനോട് സംസാരിച്ചോളാം. PKR സാർ ബാംഗ്ലൂരിലാണ്. അദ്ദേഹത്തെ വിളിച്ചു വരുത്താനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈലാസ് സാറിനോട് സംസാരിക്കാം. പ്രിയൻ സംസാരിച്ചാൽ ഈ പ്രശ്നം അവസാനിക്കും. പ്രിയനെ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ തനിച്ചയക്കില്ല. എന്നാ പ്രശ്നം ഇങ്ങനെ തന്നെ തുടരട്ടെ. എനിക്കെന്താ? സർ സർ, ഞാൻ വരാം. എന്നാ ഞാനും വരാം. അതെ, നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇവനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. ഞാനും വരും. അവിടെ തൊഴിലാളികളുടെ സമ്മേളനം നടത്താനല്ല നിങ്ങൾ വിളിപ്പിക്കുന്നത്. ഇവൻ ഒറ്റയ്ക്ക് വിളിക്കാനാ കൈലാസ് സാർ പറഞ്ഞിരിക്കുന്നത്. എന്നാ ആരും വരുന്നില്ല. സൗസൗ, ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഞാൻ വരാം. പ്രിയൻ ചേട്ടാ, നിങ്ങൾ പേടിക്കണ്ട. എനിക്ക് കൈലാഷ് സാറിന് വിശ്വാസം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല. പോം സർ. ഈ പ്ലാൻ വർക്ക്ഔട്ട് ആകുമെന്ന് ഉറപ്പാണോ? എല്ലാവർക്കും ഒരു വിലയുണ്ട്. ഒന്നുകിൽ അവൻ ക്യാഷ് വാങ്ങും, അല്ലെങ്കിൽ അവൻ ക്യാഷ് വാങ്ങി നിന്ന് നമ്മൾ വരുത്തി തീർക്കും. എന്തായാലും അവൻ ബലിയാടാവും. നീ ആ ക്യാമറ ഓൺ ചെയ്ത് വെക്കേ. എന്നിട്ട് ഞാൻ പറയുമ്പോൾ ഓഫ് ചെയ്തിട്ട് കൈലാഷിനെ വിളിച്ചിട്ടോ. വാ പ്രിയ. എന്തിനാ സാർ ഇങ്ങോട്ട് വന്നത്? വാടാ, പറയാം. അല്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ? കൈലാഷ് സാർ അവിടെ? കൈലാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താ, ചർച്ച നടന്നാ പോരെ. കൈലാഷിന് നിന്നോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ടാ ഞങ്ങളെ പകരം അയച്ചത്. താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ അദ്ദേഹം എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത്? അതൊക്കെ വിട്. നിന്റെ പ്രശ്നം എന്താന്ന് പറ. ഇൻക്രിമെന്റിന് അർഹതയുള്ളവർക്കെല്ലാം ശമ്പളം കൂട്ടിക്കൊടുക്കണം, അത്രേ ഉള്ളൂ. ഞാൻ അതല്ല ചോദിച്ചത്, നിനക്കെന്താ വേണ്ടതെന്ന് പറ. നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാടാ. ശമ്പളം കൂട്ടി കിട്ടാത്ത ബാക്കി ആളുകളെ കുറിച്ചൊന്നും നിനക്കൊരു പരാതി ഉണ്ടായില്ലല്ലോ. പാറുവിന്റെ കാര്യത്തിൽ മാത്രമല്ലേ നിനക്ക് താല്പര്യം? അവൾക്ക് കാശിന്റെ നല്ല ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവൾക്ക് വേണ്ടിയല്ലേ നീ ഈ സമരം നടത്തണേ? ഞാൻ അവൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ തൊഴിലാളികൾക്കും വേണ്ടിയാ ഞാൻ പോരാടുന്നത്. പ്രിയ, ബാക്കി തൊഴിലാളികളെ ഒന്നും കൂട്ടാതെ നിന്നെ ഒറ്റയ്ക്ക് വിളിക്കാൻ കാരണം നമുക്ക് മറയില്ലാതെ സംസാരിക്കാൻ വേണ്ടിയാ. പാർവതിയുടെ ചേച്ചിയുടെ കല്യാണത്തിന് ഒരുപാട് കാശിന്റെ ആവശ്യം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ഒരു സമരം നടത്തിയ കമ്പനി അനുനയ ചർച്ചകൾ നടത്തുമെന്ന് നിനക്കറിയാം. അപ്പോ കമ്പനിയുടെ കയ്യിൽ നിന്ന് നല്ല കാശ് വാങ്ങാന്ന് നീ കരുതി കാണുമല്ലേ? ദേ, മര്യാദയ്ക്ക് സംസാരിച്ചോണം. നിങ്ങളുടെ പ്രായത്തെ ബഹുമാനിച്ചിട്ട് ഞാൻ ഇതുവരെ പ്രതികരിക്കാത്തത് എന്ന് കരുതി എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇങ്ങനെയാണ് നിങ്ങൾ ചർച്ച നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. പ്രിയ നിക്ക്. എന്താ കർണാടക സാർ ഇത്? നിങ്ങളെപ്പോലെ അനുഭവമുള്ള ഒരാള് പക്വതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഞാൻ വിചാരിച്ചു. ഇതിപ്പോ പ്രിയനെ അപമാനിക്കുന്ന പോലെ ആയിപ്പോയി. പ്രിയ, കർണാടക സാറ് പറഞ്ഞ രീതി ശരിയായില്ല.
പക്ഷേ പറഞ്ഞ കാര്യമുള്ളതാണെന്ന് ഞങ്ങൾക്കും അറിയാം. ഇതെല്ലാം ചെയ്യുന്നത് പാറുവിന് വേണ്ടി തന്നെയാണ്. ഇതുകൊണ്ട് തൊഴിലാളികളുടെ ഇടയിൽ കുറച്ച് നല്ല പേരും ഞങ്ങളുടെ ഇടയിൽ ചീത്തപ്പേരും ഉണ്ടാവുന്നല്ലാണ്ട് നിനക്കെന്ത് ഗുണമുള്ളത്? നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വളച്ചൊടിക്കാതെ പറ. നീ ഭയങ്കര ഷാർപ്പാണ്. ഐ ലൈക്ക് ഇറ്റ്. പാറുവിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് ക്യാഷ് വേണമെന്നുള്ളത് സത്യമല്ലേ? അതെ.